കൂട്ടുകാരെ, ക്ലാസ് 10ലെ മാത്സ് ചാപ്റ്റർ 2 വൃത്തങ്ങളും കോണുകളും അതിലെ പേജ് 56ലെ മൂന്നാമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം നോക്കാം. ചതുരമല്ലാത്ത സാമാന്തരികങ്ങൾ ഒന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ല എന്ന് തെളിയിക്കുക. അപ്പോൾ ആദ്യം ABCD എന്നൊരു സാമാന്തരികം പരിഗണിക്കുക. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ABCD എന്ന ഒരു സാമാന്തരികം ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ AB-യും CD-യും എന്താണ്? പാരലൽ ആണ്. ഓക്കെ, അതേപോലെ BC-യും AD-യും സമാന്തരങ്ങളാണ്. ഇനി ഏതൊരു സാമാന്തരികത്തിൻ്റെയും എതിർകോണുകൾ തുല്യമായിരിക്കും. അതായത് ഈ ചിത്രത്തിൽ കോൺ A സമം കോൺ C, അതുപോലെ കോൺ B സമം കോൺ D. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ സാമാന്തരികം ചക്രീയമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സാമാന്തരികം ചക്രീയ ചതുർഭുജമാണെന്ന് കരുതുക. ഇനി ചക്രീയ ചതുർഭുജത്തിൻ്റെ സവിശേഷത എന്താണ്? നാലാമത്തെ സ്റ്റെപ്പ്, ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കോൺ എയും കോൺ സിയും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കോൺ എ സമം കോൺ സി എന്നറിയാം. അപ്പോൾ നമുക്ക് കോൺ സിക്ക് പകരം കോൺ എ എന്ന് എഴുതാമല്ലോ. അപ്പോൾ കോൺ സിക്ക് പകരം കോൺ എ എന്ന് എഴുതിയാൽ കോൺ എ പ്ലസ് കോൺ എ 180, അതായത് 2 ഇൻറ്റു കോൺ എ സമം 180. അതിൽ നിന്നും കോൺ എ 90 എന്ന് കിട്ടും. കോൺ എ 90 ആയതുകൊണ്ട് കോൺ സിയും 90ആണ്. ഓക്കെ, കോൺ എ 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ എതിർകോണായ കോൺ സിയും 90 ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു ജോഡി കോണുകളും കൂടി നമുക്ക് കാണിക്കാനുണ്ടല്ലോ. ഇതേപോലെ തന്നെ കോൺ ബിയും കോൺ ഡിയും 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തെളിയിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺ ബി സമം കോൺ ഡി എന്ന് എടുക്കുക. പിന്നെ എന്താ, ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകളുടെ തുക 180 ആയതുകൊണ്ട് കോൺ ബി പ്ലസ് കോൺ ഡി 180 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെടുക്കാം? 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് എക്സ് ആണ് വരിക. അപ്പോൾ അത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കോൺ ബി 90 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും കോൺ ഡിയും 90 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കോൺ എയും കോൺ ബിയും കോൺ സിയും കോൺ ഡിയും 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ നിഗമനം എന്താണ്? നോക്കൂ, എല്ലാ കോണുകളും 90 ഡിഗ്രി ആയ സാമാന്തരികത്തെ നമ്മൾ ചതുരം എന്നാണ് വിളിക്കുക. അതായത് ഒരു സാമാന്തരികം ചക്രീയമാകണമെങ്കിൽ അത് നിർബന്ധമായും ഒരു ചതുരമായിരിക്കണം. അതുകൊണ്ട് ചതുരമല്ലാത്ത ഒരു സാമാന്തരികവും ചക്രീയമല്ല എന്ന് തെളിയിച്ചു. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റെപ്പുകൾ ഒന്നുകൂടി നോക്കുക, എന്നിട്ട് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും